വായ്പ എഴുതിത്തള്ളാത്തതിൽ പ്രതിഷേധവുമായി ചൂരൽമല ദുരന്തബാധിതർ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോൺ റിലീഫ് ചൂരൽമലയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തുകയാണ്. മാനദണ്ഡത്തിന്റെ പേര് പറഞ്ഞ് ചിലരെ മാത്രം മാറ്റി നിർത്തിയെന്നാണ് ദുരന്തബാധിതരുടെ ആരോപണം. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി. ഫൈസൽ, എന്താണ് ഇവരുടെ ഡിമാൻഡ്? അജിംസി, ദുരന്തം നടന്ന ദിവസത്തിന് ശേഷം ദുരന്തബാധിത മേഖലയായ ചൂരൽമല, മുണ്ടക്കായ്, അട്ടമൽ ഉൾപ്പെടെ 10-11 വാർഡുകളിൽപ്പെട്ട 3 വാർഡുകളിലെയും ആളുകളെ ചേർത്ത് നിർത്തുമെന്നതായിരുന്നു സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം പല ആളുകളും സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സമീപ ദിവസങ്ങളിലാണ് ഈ ദുരന്തബാധിത മേഖലയിലെ മുഴുവൻ ആളുകളുടെയും കടം സർക്കാർ എഴുതി തള്ളുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ദുരന്തബാധിത ലിസ്റ്റിൽ, സർക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയ ആളുകൾ ഇപ്പോഴും ആ ഒരു ഭാഗത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ തന്നെ ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഇല്ലാതാവുകയാണ് ചെയ്തത്. നിരവധി ആളുകൾ അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് കഴിയുന്നത്. അപ്പോൾ ആ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലോൺ കൂടി എഴുതി തള്ളണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം ലോണുകൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക. കാരണം സർക്കാർ നമ്മളെ 555 കുടുംബങ്ങളുടെ ലോൺ മാത്രമേ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളൂ. ബാക്കി കുറച്ച് ആളുകളും കൂടി ഉണ്ട്. സർക്കാർ കുറേ മാനദണ്ഡങ്ങൾ വെക്കുകയാണ് ഇപ്പോൾ. കാരണം ഈ ദുരന്തം സംഭവിച്ചപ്പോൾ സർക്കാർ മാനദണ്ഡം വെച്ചിട്ടില്ലായിരുന്നു. ആ മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ട ജനങ്ങൾ മൊത്തം കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഇതിലേക്ക് ഫണ്ടായിട്ട് അയച്ചത്. പക്ഷെ ആ മാനദണ്ഡം അവർ വെച്ചില്ല. അന്ന് ഈ 410 കുടുംബത്തിന്റെ മാനദണ്ഡം അന്ന് അവർ വെച്ചില്ല. ഇത്ര ഫണ്ട് എന്തിനാണ് സർക്കാരിന്? ഞങ്ങളെയും കൂടിയും കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും പണം അതിലേക്ക് നിക്ഷേപിച്ചത്? ഇന്ന് അവിടെ താമസിക്കുന്ന 300 കുടുംബങ്ങളെ ഉള്ളൂ ചൂരൽമല. 1000 ചില്ലറ കുഞ്ഞുങ്ങളടക്കം 1000 ചില്ലറ ആൾക്കാരെ നിലവിലുള്ളൂ. അവിടെ ജീവിക്കാൻ യാതൊരു സാഹചര്യമില്ല. ഒരു ഹോസ്പിറ്റലില്ല, ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് ഒരു സംഭവങ്ങളും ചൂരൽമല പ്രദേശത്തില്ല. ഇപ്പം നിലവിൽ ജോലിയില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി കിടക്കുകയാണ്. ഈ ഇടയ്ക്ക് നമുക്കൊരു ലോണിന് പോയാൽ ബാങ്ക് ലോൺ തരുന്നില്ല, നമ്മുടെ പ്രോപ്പർട്ടിക്ക് വാല്യൂ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രോഗികൾ, കിടപ്പ് രോഗികളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞങ്ങളെ കേൾക്കാനോ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ ഇതുവരെ ഒരു ആളും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പം ഈ മാനദണ്ഡങ്ങൾ മാറ്റി വെച്ച് ജില്ലാ ഭരണകൂടം ഞങ്ങളെയും കൂടിയും പരിഗണിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളിപ്പോഴും എല്ലാവരും ചൂരൽമല തന്നെയല്ലേ താമസിക്കുന്നത്? അതെ, ഞങ്ങളിപ്പോൾ എല്ലാവരും ചൂരൽമല തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പ്രളയം ബാധിച്ചപ്പോൾ അപ്പോഴുള്ള എന്താ പറയുക, ലോണുകൾ അവർ ഗവൺമെൻറ് നിർത്തിവെച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു പലിശ കൂട്ടിയുള്ള ലോൺ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ അവിടെ ഒരുപാട് പേര് ഇനിയും ലിസ്റ്റിൽ പെടാനുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തുക, ഞങ്ങളെ വിഷമങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക, ഇതൊക്കെയാണ് പറയാനുള്ളത്. അതെ, ആദ്യം പൊട്ടിയ സമയത്തുള്ളത് 10, 12, 12 വാർഡിൽ മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞിട്ടത്. ഇപ്പൊ പകുതി ആൾക്കാർ മാറ്റി നിർത്തിക്കണേ. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ ലോണ്. ഇനി ഞങ്ങൾക്ക് ലോണുകൾ അടയ്ക്കാൻ കഴിയില്ല. പുതിയൊരു ലോൺ ഞങ്ങൾക്ക് തരുന്നുമില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുകയോ ലോൺ അടയ്ക്കുകയോ? അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പണികളൊക്കെ ഞങ്ങൾക്ക് വളരെ എസ്റ്റേറ്റ് മേഖലയിലാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നത്. ഞങ്ങൾക്ക് തുച്ഛമായ എസ്റ്റേറ്റിൽ കൂലിയുള്ളൂ. ആ എസ്റ്റേറ്റിൽ പണിയെടുത്ത് ഞങ്ങൾ മക്കളെ പോറ്റുകയോ കുട്ടികളെ വിദ്യാഭ്യാസം നടത്തുകയോ ലോൺ അടയ്ക്കുകയോ? പലിശന്റെ മേലെ കയറി കിടക്കണേ. ഇനി ഇവരിപ്പോൾ 555 ആളെ ലോണുകൾ തള്ളുള്ളൂ പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരുടെ വിളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. ഇപ്പോൾ ദുരിതക്കണ്ണിയിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കാണ്ട് ഞങ്ങളെയും കൂടെ സർക്കാർ ഏറ്റെടുക്കുന്ന അപേക്ഷിക്കണ്. പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇപ്പോഴാണ് പുറപ്പെടുവിച്ചത്. അതൊക്കെ അത്തരത്തില് മാനദണ്ഡങ്ങൾ വന്നത് കാരണമാണ് ഞങ്ങളെല്ലാവരും പുറത്താക്കപ്പെട്ടത്. ഇപ്പൊ 9,000 രൂപയാണെങ്കിലും ഒരു ഡെയിലി അതും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും. പിന്നെ വാടക കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഈ ലോണുമായിട്ട് ഞങ്ങൾ 2024 10-ാം മാസം മുതൽ ഈ ലോണിൻ്റെ ആയിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ്. അത്രയും ഹൈക്കോടതിയിൽ വരെ നമ്മൾ ഹർജി കൊടുത്ത് പ്രസ് മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും കൊടുത്ത് മന്ത്രിതലത്തിലും MPA തലത്തിലും അതുപോലെ MLA തലത്തിലെല്ലാം നമ്മൾ ഈ ലോണുമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം സർക്കാർ ഞങ്ങളെ മാറ്റി നിർത്തിയതാണെന്ന് പറയാം. എന്തായാലും ഈ സർക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിലവിൽ ചൂരൽമലയിൽ സ്ഥിരതാമസക്കാരായിരിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.